ഹലോ അഗൈൻ. മൺഡേ മോർണിംഗ് എണീറ്റപ്പോൾ തന്നെ ഒട്ടും വയ്യായിരുന്നു. വേറൊന്നുമല്ല, പെരുന്നാൾ പറമ്പിക്കൂടെ നടന്നു റെസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ചെറുതായിട്ടൊന്ന് വയ്യാണ്ടായി. ഒരു ഡേ മാത്രം റെസ്റ്റ് എടുത്ത് നെക്സ്റ്റ് ഡേ തൊട്ട് വീണ്ടും ഫ്രണ്ട്സിനെ കാണാനും എൻ്റെ കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് തുടങ്ങി. ട്യൂസ്ഡേ ആയതുകൊണ്ട് പണ്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ശീലമായിരുന്നു കോട്ടയം നാമ്പടം പള്ളി പോകുന്നത്. അവിടെയും പോയി. അന്ന് നെക്സ്റ്റ് ഡേ കസിൻ ചേട്ടൻ്റെ എൻഗേജ്മെൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അമ്മ വീട്ടിൽ പോയി കസിൻസൊക്കെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്തു. പെരുന്നാളായതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, കുറേ പേരെയൊക്കെ കാണാൻ പറ്റും. അങ്ങനെ പഴയ കുറേ സൗഹൃദ ബന്ധങ്ങളൊക്കെ തീർക്കാൻ പറ്റും. എന്നെ ആ ട്രോളിയിട്ട് പോയത് വേറെ ആരുമല്ല, എൻ്റെ കസിൻ ചേച്ചി തന്നെയാണ്. കസിൻസെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. നാട്ടിലുള്ളപ്പോൾ നോർമൽ റൊട്ടീനാണ് പള്ളിയിൽ പോകുക എന്നുള്ളത്. ഓൺ ദ നെക്സ്റ്റ് ഡേ എൻ്റെ യു കെയിലുള്ള ഫ്രണ്ട് അക്ഷയ് നാട്ടിൽ വന്നിട്ടുള്ളതുകൊണ്ട് അവൻ്റെ ഫാമിലി എല്ലാവരും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലൊരു വണ്ടിപ്രാന്തം വേറെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. വണ്ടി കണ്ടു കഴിഞ്ഞാൽ അപ്പം വണ്ടിക്കകത്ത് കയറണത്. പിന്നീട് കസിൻ ചേട്ടൻ്റെ മധുരം വെപ്പിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിറ്റേ ദിവസം തന്നെ രാവിലെ വണ്ടി എടുത്ത് വേറെ കുറേ കസിൻസിൻ്റെ വീട്ടിലോട്ട് യാത്രയും കാര്യങ്ങളും. മമ്മിയുടെ ചേച്ചിമാരുടെ വീട്ടിലൊക്കെ ഒന്ന് പോയി അവരെ എല്ലാവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്തു. വീണ്ടും അടുത്ത സൺഡേ എത്തി പള്ളിയിൽ പോകണമല്ലോ. പക്ഷേ ഈ പ്രാവശ്യത്തെ സൺഡേയിൽ എനിക്ക് തോന്നുന്നു 3 പള്ളി. ഈ ഒരു പ്ലേസ് എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയ ഉള്ളൊരു പ്ലേസാണ്. വേറൊന്നുമല്ല, കുഞ്ഞിന് ഞാൻ എൻ്റെ ഇടവപ്പള്ളി പോയതിനേക്കാൾ കൂടുതൽ പോയിട്ടുള്ളൊരു പള്ളിയാണിത്. കൈപ്പുഴക്കാറ്റ് ഇവിടെ തൊട്ടടുത്താണ്. സോ കൂട്ടുകാരായിട്ട് രാത്രി അവിടെ വരെ പോയി. എൻ്റെ വീട്ടിൽ നിന്ന് 5 മിനിറ്റ് പോലും ഈ ഒരു പ്ലേസിലോട്ട് ലാസ്റ്റ് ഇയർ വന്നപ്പോഴും പോകാൻ പറ്റില്ല. സോ ഈ ഇയറെങ്കിലും പോകണമെന്ന് ഉറപ്പിച്ചാണ് ഞാൻ പോകുന്നത്.